തിരുവനന്തപുരം ടെക്നോ സിറ്റിയിൽ കാട്ടുപോത്ത് എങ്ങനെ എത്തി എന്നതിന്റെ ആശ്ചര്യത്തിലാണ് നഗരവാസികൾ. ഒരാഴ്ചയിലധികമായി കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ ഉണ്ടായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. കാട്ടുപോത്തിനെ കാട് കയറ്റിയെങ്കിലും അതിർത്തി പ്രദേശങ്ങളിൽ വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്നും 35 കിലോമീറ്റർ അകലെയുള്ള വനമേഖലയിൽ നിന്നാണ് 6 വയസ്സുള്ള കാട്ടുപോത്ത് IT നഗരമായ ടെക്നോ സിറ്റിയിലെത്തിയത്. ടെക്നോ സിറ്റി കോമ്പൗണ്ടിൽ 3 ദിവസം മുൻപാണ് കണ്ടെത്തിയതെങ്കിലും കാട്ടുപോത്ത് നാട്ടിലെത്തിയിട്ട് ഒരാഴ്ചയിലധികമായെന്നാണ് വിവരം. ഭൂരിഭാഗവും ജനവാസ മേഖലയായ പ്രദേശത്തുകൂടി ആരുടെയും കണ്ണിൽപ്പെടാതെ എങ്ങനെ കാട്ടുപോത്തിന് ടെക്നോ സിറ്റി വരെ എത്താനായി എന്നത് ആശ്ചര്യകരമായിരുന്നു. നഗരത്തിൽ നിന്ന് മാറിയുള്ള പാലോടിന്റെ അതിർത്തി പ്രദേശമായ ഭരതന്നൂർ, കല്ലറ മേഖലകളിൽ കാട്ടുപോത്തിന്റെ കാൽപ്പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നതായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മയക്കുവെടിയേറ്റ ശേഷം കാട്ടുപോത്ത് മയങ്ങി വീണ പിരപ്പൻകോട് തെന്നൂർ ഏലായിൽ ഒരാഴ്ചയ്ക്ക് മുൻപ് കാട്ടുപോത്തിനെ നേരിൽ കണ്ടവരുണ്ട്. കണ്ടാൽ തന്നെ ഭീകരമായ രീതിയിലുള്ളൊരു കാട്ടുപോത്ത്. ഇവിടെ പലരും 2-3 ദിവസമായി ഈ സാധനം, ഈ കാട്ടുപോത്തിനെ ഈ പരിസരത്ത് കണ്ടതായിട്ടൊക്കെ പറയുന്നുണ്ട്. കഴക്കൂട്ടം ഭാഗത്തു നിന്ന് മെനഞ്ഞാന്നത് ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. ദൃക്സാക്ഷികൾ പോലീസിലും ഫോറസ്റ്റിലും വിവരം അറിയിച്ചിരുന്നെങ്കിലും കാട്ടുപോത്തിനെ ഈ പ്രദേശങ്ങളിൽ കണ്ടെത്താനായിരുന്നില്ല. കൂടാതെ ജനവാസ മേഖലയിലൂടെ ഇത്ര ദൂരത്തേക്ക് കാട്ടുപോത്ത് ഒറ്റയ്ക്ക് സഞ്ചരിച്ചെത്താനുള്ള സാധ്യതയും വിരളമായിരുന്നു. നിലവിൽ കാട്ടുപോത്ത് നഗരത്തിലേക്കെത്തിയ വഴിയും മയക്കുവെടിയേറ്റ ശേഷം വിരണ്ടോടിയ വഴിയും പരിഗണിക്കുമ്പോൾ വന്ന വഴി തിരികെ കാട്ടിലേക്ക് മടങ്ങാനുള്ള ശ്രമമായിരുന്നിരിക്കാം എന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നിഗമനം. എന്തായാലും ആശങ്കകൾക്കും ആശ്ചര്യങ്ങൾക്കും വിരാമമിട്ട് കാട്ടുപോത്തിനെ ഇന്നലെ തന്നെ കാടുകയറ്റി. പേപ്പാറ വനമേഖലയിലാണ് കാട്ടുപോത്തിനെ തുറന്നുവിട്ടത്. ആരോഗ്യനില തൃപ്തികരമാണെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. തുറന്നുവിട്ടെങ്കിലും 2 ദിവസം കൂടി കാട്ടുപോത്തിനെ നിരീക്ഷിക്കും. കാട്ടുപോത്ത് നഗരത്തിലെത്തിയതോടെ ജനവാസ മേഖലയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയിലെ വനമേഖലകളിൽ CCTV നിരീക്ഷണം ശക്തമാക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.